എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞൻ വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ഉപകാരപ്രദമാകുന്ന ഒരു കിടിലൻ വീഡിയോ ആണ് കേട്ടോ. ഒന്നോ രണ്ടോ മുടി നരയ്ക്കുമ്പോഴേ നമ്മൾ ഈ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡൈകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ആരും ചിന്തിക്കാറില്ല. അത് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, അത്രയേറെ വില കൊടുക്കേണ്ടതായിട്ട് വരും. അന്നേരം ഇനി നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈകളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ പരീക്ഷിക്കാവുന്നതാണ്. അന്നേരം തുടക്കത്തിൽ നമ്മളിതൊക്കെ ചെയ്തു തുടങ്ങുകയാണെങ്കിൽ ഒരുപാട് മുടി നരയ്ക്കുന്നതും അല്ലെങ്കിൽ മുടി പൊഴിയുന്നതും അല്ലെങ്കിൽ തലമുടിയിലുണ്ടാകുന്ന താരൻ, ചൊറിച്ചിൽ, മുടിയുടെ തുമ്പ് പൊട്ടുക, മുടി പൊഴിഞ്ഞു പോകുന്ന മുടിയൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാനൊക്കെ സാധിക്കുന്ന നല്ലൊരു ഹെയർ ഡേയും നല്ലൊരു ഹെയർ പാക്കുമാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അന്നേരം നമ്മുടെ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുടിയുടെ പ്രശ്നങ്ങൾ നമുക്കൊരു പരിധി വരെയും നമുക്ക് തടയാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ മുടിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിനെന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക, അത് കൃത്യമായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിനോടൊപ്പം തന്നെ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും എപ്പോഴും പറയുന്ന പോലെ നല്ല 100% റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും. നമ്മുടെ വീട്ടുമുറ്റത്ത് ഇതുപോലെ ഒരു കറ്റാർവാഴ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും, പ്രത്യേകിച്ച് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ. എൻ്റെ വീട്ടിൽ ഒരു മൂട് കറ്റാർവാഴയാണ് ഉള്ളത്. അന്നേരം അതിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോകൾക്കൊക്കെ എടുക്കുന്ന കറ്റാർവാഴ എടുക്കാറുള്ളത് കേട്ടോ. അതിന് പ്രത്യേകിച്ച് പരിചരണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം ഞാൻ 2 തണ്ട് കറ്റാർവാഴ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പനിക്കുറുക്ക, അതും ഒരു 5-6 ഇല നോക്കി എടുത്തിട്ടുണ്ട്. കിളിർന്ന ഇല നോക്കിയാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ സൈഡിലത്തെ മുള്ളൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ ഒരു കറ മാറ്റാനും വേണ്ടി വെച്ചിട്ടുണ്ട് കറ്റാർവാഴയുടെ. ഇനി ഈ ഒരു ചായപാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. 4 ഗ്രാമ്പു, ഇവയെല്ലാം തന്നെ മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും പിന്നിലല്ലാത്ത കാര്യങ്ങളാണ് എടുക്കുന്നത് കേട്ടോ. അതിനും കരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഈ ഒരു ചേരുവകൾ കൂടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അന്നേരം തേയില പൊടിയും കൂടി ചേർത്തിട്ട് തന്നെ നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ആ ഒരു സത്ത് മൊത്തം ഈ ഒരു വെള്ളത്തിൽ കാണണം. ഈ ഒരു വെള്ളം തന്നെ നമുക്ക് ചെറിയൊരു ബോട്ടിലായിട്ട് വെക്കുകയാണെങ്കിൽ നമ്മുടെ തലമുടിയിൽ കുളിക്കുന്നതിന് 1/2 മണിക്കൂർ 1 മണിക്കൂർ മുന്നേ തലയൂട്ടിയിലും തലമുടിയിലും നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് നമ്മൾ നോർമൽ വാട്ടർ കഴുകി കളഞ്ഞാൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും. ഞാൻ മിക്സിയുടെ കുഞ്ഞു ജാറിലോട്ട് കറ്റാർവാഴ 1 തണ്ട് എടുത്ത് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെമ്പരത്തിയുടെ ഇല അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പൂവും ഉണ്ട്. അതുപോലെ തന്നെ പനിക്കുറുക്കയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ജലദോഷം നീർക്കെട്ടൊക്കെ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പനിക്കുറുക്കയും അതുപോലെ തളസിയുടെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു തേയിലവെള്ളത്തിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉള്ളിൽ ഒതുങ്ങിയിട്ടുള്ള ഒരു തേയിലവെള്ളമാണ് കേട്ടോ. അന്നേരം അത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ഇരുമ്പിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. നീലാംബരിയുടെ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ എടുക്കുമ്പോൾ എക്സ്പയർ കഴിയാത്ത നല്ല ബ്രാൻഡിൻ്റെ പൗഡർ നോക്കി മാത്രം എടുക്കുക. എന്നിട്ട് അതിൽ കട്ടയൊന്നും ഇല്ലാത്ത രീതി സ്പൂണും കൊണ്ട് ഇതുപോലൊന്ന് ചെയ്ത് കൊടുക്കുക. ഇരുമ്പിൻ്റെ പാത്രം ഇല്ല എങ്കിൽ നമ്മൾ സാധാ ഏതെങ്കിലും ഒരു പാത്രത്തിൽ നമ്മൾ ഈ ഒരു ഹെയർ ഡൈ മിക്സ് ചെയ്തതിന് ശേഷം ഇരുമ്പിൻ്റെ ഒരു സ്ലൈഡോ അല്ലെങ്കിൽ ഒരു ആണിയോ എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ മതി. അന്നേരം ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ മുടി കറക്കാനും വേണ്ടി ഇങ്ങനത്തുള്ള ഹെയർ ഡൈകൾ തയ്യാറാക്കിയിട്ട് ഇരുമ്പിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചെറിയൊരു പീസും കൂടെ ഇട്ട് കഴിയുമ്പോൾ മുടി നല്ലപോലെ കറുത്ത് കിട്ടും. എന്നിട്ട് നല്ലപോലെ നമ്മൾ അതിൻ്റെ കട്ടയൊക്കെ മാറ്റി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് അരച്ച് വെച്ചതായിട്ടുള്ള നമ്മുടെ തേയിലവെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചിട്ടായിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇവ രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഒട്ടും കട്ടയില്ലാണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ലൂസായി പോകരുത്, എന്നാൽ ഒരുപാട് തിക്കായിട്ട് ഇരിക്കാനും പാടില്ല. കാരണം നമ്മുടെ തലമുടി തേക്കുന്ന സമയത്ത് അത് ഇങ്ങനെ തലമുടിയിൽ പറ്റിയിരിക്കണം, ഒലിച്ച് പോകാൻ ഇടവരുത്തരുത്. അന്നേരം ആ രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. ലൂസാവാണ്ടും അധികം തിക്കാവാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനും വേണ്ടി. കുറച്ചും കൂടെ നമുക്ക് ആ ഒരു നീരൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇച്ചിരി ലൂസാണ്, കാരണം നല്ല ചൂട് സമയമായതുകൊണ്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും ഒന്നും കൂടെ അങ്ങ് ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ ഈ ഒരു പരുവത്തിലാക്കിയിട്ട് നമുക്കിനി ഇതിനെ പിറ്റേ ദിവസം എടുക്കാം. അന്നേരം നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഡൈ കാണാൻ പറ്റും. അന്നേരം നമുക്കിതിനെ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പാക്കാണ് കേട്ടോ. മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലൊരു പരിഹാരം കിട്ടുന്നൊരു പാക്കാണ്. ഒറ്റ യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടും. അന്നേരം നമ്മൾ കറ്റാർവാഴ 1 തണ്ട് എടുത്തിട്ടുണ്ട്. ഒരു ചെമ്പരത്തിയുടെ പൂവ്, അതിൻ്റെ ഇല, ചെമ്പരത്തിയുടെ തളിരിലയാണ് എടുത്തേക്കുന്നത്, പനിക്കുറുക്കയുടെ ഇല. ഇതാണ് മെയിനായിട്ട് വേണ്ട ചേരുവ. ഇതിനു മുമ്പ് നമ്മൾ കറ്റാർവാഴ ഉപയോഗിച്ചിട്ട് നല്ല പാക്കും നല്ല ഹെയർ ഡേ ഒക്കെ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോട്ട് ഇട്ടേക്കാമേ. അന്നേരം ഇതിനെയൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അന്നേരം ഈ ഒരു കറ്റാർവാഴ എന്ന് പറയുന്നതും ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാ ചേരുവകളും ഒന്നിനൊന്നും വെച്ചാണ് മുടി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ. നമ്മൾ ആദ്യം മിക്സിയുടെ ജാറിൽ
നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ തന്നെ പനിക്കുറുക്കയുടെ ഇലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെമ്പരത്തിയുടെ പൂവും ഒക്കെ ചേർത്ത് കൊടുക്കുന്ന ഒരു പച്ച കളർ വരുന്ന നല്ലൊരു ഹെയർ പാക്കാണ് കേട്ടോ. നമ്മൾ ആഴ്ചയിൽ 1-2 തവണയൊക്കെ ഇതുപോലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്ത് വരുവാണെങ്കിൽ നോർമലായിട്ട് നമ്മുടെ മുടി നല്ല പോലെ കറുത്ത് വരികയും അതുപോലെ മുടിയിലുണ്ടാകുന്ന താരൻ, ചൊറിച്ചിൽ, നര അങ്ങനെ തുടങ്ങി മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ പൊഴിഞ്ഞു പോയിട്ടുള്ള മുടികളെല്ലാം നല്ല തളിർത്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മുടിക്ക് നല്ല കട്ടിയൊക്കെ വരും. കാരണം ഒരു 30 വയസ്സിന് ശേഷം മുടിയെ ഇതുപോലെ ഒന്ന് സംരക്ഷിച്ചില്ല എങ്കിൽ നല്ലപോലെ മുടി പൊഴിച്ചിലും ഒരുപാട് പ്രശ്നങ്ങൾ മുടിയിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരും. ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോറാണ് കേട്ടോ. ഏതരിയുടെ ചോറ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു കുഞ്ഞു ബൗൾ നിറയെ ഞാൻ ചോറെടുത്തിട്ടുണ്ട്. ഒരു 2-3 സ്പൂൺ അളവിലാണ് ചോറെടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ നമ്മളൊന്ന് അരച്ചെടുക്കുക. അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് അതേപടി നമ്മുടെ തലമുടിയിലോട്ട് തേയ്ക്കുകയാണെങ്കിൽ ആ മുടി മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഉണങ്ങിക്കഴിയുമ്പം. അങ്ങനെയൊന്നും വരാണ്ടിരിക്കാനും വേണ്ടി ഇതുപോലൊരു ടവലിനകത്ത് നമുക്കിതുപോലെ പിഴിഞ്ഞെടുക്കാം. എന്നാൽ മാക്സിമം നമുക്കതിൽ നിന്ന് പിഴിഞ്ഞെടുക്കണം. കാരണം നമ്മുടെ മുടിയുടെ അളവിനനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു പാക്കാണെങ്കിലും ഹെയർ ഡേ ആണെങ്കിലും തയ്യാറാക്കാനും വേണ്ടി. എനിക്ക് ഇത്രയും കറക്റ്റായിട്ട് വേണം. എന്നിട്ട് അത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തിക്കായിട്ടിരിക്കുകയാണ്. നമ്മുടെ ആ ഒരു ചെമ്പരത്തി ഒക്കെ കൂടെ ഇതിൽ അരച്ച് കഴിഞ്ഞപ്പോഴത്തേനും നല്ല തിക്കായിട്ട് നല്ല പച്ച കളറിലിരിക്കുന്ന പാക്കാണ് കേട്ടോ. നമ്മൾ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള പാക്കുകൾ നമ്മുടെ വീട്ടിൽ എപ്പോഴുമുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന പാക്കുകൾ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒരുപാട് പേര് ഉപയോഗിക്കുകയും നല്ല റിസൾട്ട് കിട്ടിയിട്ടും ഉള്ളതായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അന്നേരം തീർച്ചയായിട്ടും ഈ ഒരു പാക്കറ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യലായിട്ടൊരു കാര്യം ചേർക്കുന്നുണ്ട്. ആവണക്കണ്ണയുടെ എണ്ണയാണ്. അത് ലേശം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്യുക. മുടി വളരാനും മുടിയിൽ നല്ല കറുപ്പുണ്ടാകാനും നല്ല കട്ടിയോടുകൂടി മുടി വളർന്നു വരാനും ഈ ഒരു ആവണക്കണ്ണയുടെ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പം ഇതുപോലുള്ള പാക്കിൽ നമ്മൾ ലേശം ഒഴിച്ചു കൊടുക്കുക. ഇതിപ്പം ആവണക്കണ്ണയുടെ എണ്ണ ഇല്ല എങ്കിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ മുടി കുറച്ച് ഡ്രൈ ആയിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ തൈര് ചേർക്കാം. ഇതിലേക്ക് മുട്ട വേണമെങ്കിൽ ചേർക്കാം. അന്നേരം അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ 1 തവണ അല്ലെങ്കിൽ 2 തവണയൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുമെന്ന് കരുതിയിട്ട് നമ്മൾ 1 തവണ ഉപയോഗിച്ചിട്ട് നിർത്തി കഴിഞ്ഞാൽ ആ ഒരു റിസൾട്ട് പെട്ടെന്ന് മാറിപ്പോവും. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നാച്ചുറലായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ഹെയർ ഡേ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൽ നമ്മൾ നീലാംബരിയും കൂടെ ചേർക്കുമ്പം നമ്മുടെ നോർമലായിട്ട് നമ്മുടെ മുടി കറുത്ത് വരും. അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയാണ് മറ്റ് കാര്യങ്ങൾ നമ്മളിതിലേക്ക് ചേർത്തിരിക്കുന്നത്. നമ്മുടെ കറ്റാർവാഴയും ആ ഒരു സ്പെഷ്യലായിട്ടുള്ള ടീം എല്ലാം കൂടെ ചേർക്കുമ്പം അത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മുടിയൊക്കെ 1-2 നനയ്ക്കുമ്പോഴേ നമ്മൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ തയ്യാറാക്കുന്ന നമ്മുടെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ ഉപയോഗിച്ചിട്ടുള്ള പാക്കാണെങ്കിലും ഹെയർ ഡൈ ആണെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഞാൻ എപ്പോഴും പറയുന്ന ഒരു 100% റിസൾട്ട് കിട്ടും. എൻ്റെ 1-2 മുടികളൊക്കെ നരച്ചിട്ടുള്ളൂ. പക്ഷേ ആദ്യമൊക്കെ നരച്ചു തുടങ്ങിയപ്പോൾ അതിങ്ങനെ പുഴുത് കളഞ്ഞതാണ്. പക്ഷേ പുഴുത് കളഞ്ഞപ്പം വീണ്ടും അതൊന്നും കൂടെ ഒന്ന് നര വർദ്ധിക്കുന്നതല്ലാണ്ട് അതിലൊരു മാറ്റം ഉണ്ടായില്ല. പിന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. ഒരുപാട് മാറ്റമുണ്ട്. ആ ഒരു മാറ്റങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോകളായിട്ട് എത്തിക്കുന്നത്. മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും തക്കതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളെല്ലാം കൃത്യമായിട്ട് കണ്ടുപിടിച്ച് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അന്നേരം ആ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം തന്നെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ കെമിക്കലൊന്നും ചേരാത്ത കാര്യങ്ങളാണ്. അന്നേരം നാച്ചുറലായിട്ട് നമുക്ക് എല്ലാവർക്കും 100% റിസൾട്ട് കിട്ടും. ഈ കറുപ്പ് എന്ന് പറയുമ്പം നമ്മൾ ഈ ഡൈ ചെയ്യുന്ന ഡാർക്ക് കറുപ്പല്ല, നാച്ചുറലായിട്ട് നമ്മുടെ മുടിക്കുണ്ടാവുന്ന ഒരു കറുപ്പാണ് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനിയും നല്ല നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.